മഴയ്ക്കു മുമ്പേ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനൊരുങ്ങി കാളികാവ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും. ഇതിന്റെ ഭാഗമായുള്ള കൂടിയാലോചനാ യോഗങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ ചേർന്നു. വിവിധ വകുപ്പുദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ, കുടുംബശ്രീ ആശാപ്രവർത്തകർ, വിവിധ ക്ലബ് പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. 2 ഘട്ടങ്ങളിലായാണ് പഞ്ചായത്ത് തല കൂടിയാലോചനാ യോഗങ്ങൾ നടന്നത്. കുടുംബശ്രീ പ്രസ്ഥാനത്തെ സാമൂഹ്യാരോഗ്യ രംഗത്ത് സജീവമാക്കുന്നതിനായുള്ള പ്രവർത്തക പരിശീലനം കഴിഞ്ഞ ദിവസം കാളികാവ് CHCയിൽ വെച്ച് നടന്നിരുന്നു. ഇന്നലെയും ഇന്നുമായി പഞ്ചായത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളും ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങളും നടത്തി. മെയ് 20-ന് ഗാർഹിക ശുചീകരണവും പഞ്ചായത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ നാളെ ഡെങ്കിപ്പനി ദിനാചരണം വിപുലമായി ആചരിക്കാനും തീരുമാനിച്ചു. വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുന്നോടിയായി മുഴുവൻ വിദ്യാലയങ്ങളുടെയും പരിസരം ശുചീകരിക്കണമെന്നും കുടിവെള്ള സ്രോതസ്സുകൾ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്ലോറിനേറ്റ് ചെയ്യണമെന്നും ബന്ധപ്പെട്ടവർക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നിർദ്ദേശം നൽകി. നമ്മൾ കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ ശരിക്കും നമ്മൾ പഞ്ചായത്ത് തല യോഗം കൂടി. പഞ്ചായത്ത് തല യോഗം നമ്മളെല്ലാ വകുപ്പുകളുടെ ഹെഡിനെ കൂടെ വിളിച്ചിട്ടാണ് ശരിക്കും നമ്മൾ ആ യോഗം കൂടിയത്. അവിടുന്ന് നമ്മൾ നല്ലൊരു തീരുമാനം കൈക്കൊണ്ട് നമ്മൾ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ആക്ഷൻ പ്ലാനിൽ ശരിക്കും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോഗ്യസേനയെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ആരോഗ്യസേനയ്ക്ക് നമ്മളിവിടെ ഒരു പുതിയ മാർഗം കണ്ടെത്തി. കാര്യം സാധാരണ 50 പേരടങ്ങുന്ന ഓരോ ഗ്രൂപ്പിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിൽ പ്രാക്ടിക്കലായിട്ട് ധാരാളം ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. കാര്യം ഏതെങ്കിലും കലാമിറ്റിയോ പ്രളയമോ അല്ലെങ്കിൽ കോവിഡ് കണക്കുള്ള മഹാമാരി വരുമ്പോൾ മാത്രമേ നമുക്ക് ആക്റ്റീവായിട്ട് അവരെ കിട്ടത്തുള്ളൂ. അതിന് പകരം നമ്മളിവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ ഏറ്റവും താഴെ തട്ടിലുള്ള കുടുംബശ്രീയിൽ ഒരു ആരോഗ്യ വോളണ്ടിയർ ഉണ്ട്. അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുകയാണ്, അവർക്ക് ഡ്യൂട്ടി കൊടുക്കുകയാണ്. അപ്പം 15 വീടിന് ഒരു കുടുംബശ്രീ എന്നല്ലെങ്കിൽ ഒരു അയൽക്കൂട്ട എന്നുള്ള രീതിയിലുണ്ട്. അപ്പോൾ അതിലെ ആരോഗ്യസേനയ്ക്ക് അല്ലെങ്കിൽ ആരോഗ്യ കൺവീനർക്ക് നമുക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവിടെ നമ്മൾ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നു. എല്ലാ ആഴ്ചകളിലും അവർ ഉൾപ്പെടുന്ന ഒരു 15-20 വീട് കാണും. ആ വീടുകളിലെ മാലിന്യങ്ങളുടെ കാര്യങ്ങളും അത് ആരോഗ്യ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുകയും അവിടെ വെച്ച് അവിടുത്തെ മാലിന്യങ്ങൾ ക്ലിയർ ചെയ്യുകയും ചെയ്യുന്നു. പഞ്ചായത്തിലെ വ്യാപാരികൾക്കുള്ള പരിശീലനങ്ങൾക്കും തുടക്കമായി. പഞ്ചായത്തിലെ മത്സ്യമാംസ വ്യാപാരികളുടെ യോഗം വ്യാപാരി ഭവനിൽ ചേർന്നു. വരും നാളുകളിൽ ഗൃഹശുചിത്വം, സ്ഥാപന ശുചിത്വം എന്നിവ പരിശോധിക്കുന്നതിനായുള്ള പഞ്ചായത്ത് തല വിജിലൻസ് സ്ക്വാഡിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന ഉണ്ടായിരിക്കുന്നതാണെന്നും വൃത്തിഹീനമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ ശശികുമാർ അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ഷിജിമോൾ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് നജീബ്, HIB ശ്രീകുമാർ, AHIV പ്രമോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. Ampere College of Science offers hospital administration course, MBA in healthcare management, training tie-up with multi-specialty hospitals and medical colleges. Visit www.amperecollege.in. Ampere College of Science, Kuttipuram.